ഫ്ലോ ഈ വർഷത്തെ ബെസ്റ്റ് ആനിമേഷൻ മൂവിക്ക് ഓസ്കാർ കൊണ്ടുപോയ സിനിമയാണ്. ഓസ്കാർ മാത്രമല്ല, ഗോൾഡൻ ഗ്ലോബ് അവാർഡ്സ്, അങ്ങനെ ഒട്ടേറെ അവാർഡ്സ് ഈ സിനിമ കൊണ്ടുപോയിട്ടുണ്ട് ഈ വർഷം. ഒരു ലാറ്റ്വിയൻ വ്യക്തിയാണ് സിനിമയുടെ ഡയറക്ടർ. പോസ്റ്റ് അപ്പോകാലിപ്റ്റിക് വേൾഡിൽ ഒരു പൂച്ചയും വേറെയും കുറെ ആനിമൽസ് എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്നാണ് ഈ സിനിമയുടെ ഒരു കഥ. അതിലും കൂടുതൽ ഞെട്ടിയത് ബ്ലെൻഡർ എന്നൊരു ഫ്രീ സോഴ്സ് സോഫ്റ്റ്വെയറിലാണ് ഈ ഒരു സംഭവം ചെയ്തതെന്ന് അറിഞ്ഞപ്പോഴാണ്. നമുക്ക് എല്ലാവർക്കും കമ്പ്യൂട്ടറിൽ ആക്സസിബിൾ ആയ ഒരു ഫ്രീ സോഫ്റ്റ്വെയർ, ബ്രില്യൻ തിങ്കിങ്, ആ 5 വർഷത്തെ ഹാർഡ് വർക്ക്, എഫേർട്ട്, ഡെഡിക്കേഷൻ എല്ലാം നമുക്ക് ഈ ഒരു സിനിമയിൽ എക്സ്പീരിയൻസ് ചെയ്ത് അറിഞ്ഞ് കാണാൻ പറ്റും. ആ ഒരു മണിക്കൂർ 20 മിനിറ്റ് റൺ ടൈമിൽ തരുന്ന ആ ഒരു എക്സ്പീരിയൻസ് അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. ഇത് എപ്പോഴും കാണുന്ന ടിപ്പിക്കൽ ആനിമേഷൻ സിനിമയല്ല. സംസാരിക്കാത്ത ആനിമൽസും അങ്ങനെ ഒരു ഡിഫറെന്റ് വേൾഡാണ് അതിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു യുണീക്ക് ഐഡിയയും സംസാരിക്കാത്ത ആനിമൽസ് യൂസ് ചെയ്തത് ഭയങ്കര ഗ്രൗണ്ടഡ്, റൂട്ടഡ്, ഒരു ഒറിജിനാലിറ്റി ആണ് ഫീൽ ചെയ്തത്. സ്റ്റോറി ടെല്ലിംഗ് ഗംഭീരമായിരുന്നു. ആകെ ഈ ഒരു കൊച്ചു റൺ ടൈമിൽ കഥ പറഞ്ഞു വെച്ചിരിക്കുന്ന രീതി വേറെ ലെവലായിട്ട് തന്നെയാണ് തോന്നിയത്. ആ ഒരു പോസ്റ്ററിൽ കാണുന്ന പൂച്ച മാത്രമല്ല, വേറെയും കുറെ ആനിമൽസ് ഉണ്ട്. ഈച്ച് ആൻഡ് എവറി ആനിമൽസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്താണ് കഥ പറഞ്ഞിരിക്കുന്നത്. യൂണീക്ക് ആനിമേഷൻ, മെച്യൂർ തീംസ്, സൗണ്ട്, മ്യൂസിക് എല്ലാം ഒന്നിനൊന്നൊരു ഭയങ്കര അറ്റ്മോസ്ഫിയറിക് ഫീലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആകെ ഒരു കാര്യം പറയാനുള്ളൂ, 2-3 ആഴ്ചയായിട്ട് ഇപ്പോഴും തിയേറ്റേഴ്സിൽ റണ്ണിങ് ആണ് ഫ്ലോ എന്ന സിനിമ. എത്രയും പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് കാണുക.